പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. BA സോഷ്യോളജിയുടെ 3rd സെമസ്റ്റർ MG യൂണിവേഴ്സിറ്റിയുടെ നോട്ട്സാണ് എമിൽ ഡർക്കീം. എമിൽ ഡർക്കീമിൻ്റെ തിയറിയിൽ ഡിവിഷൻ ഓഫ് ലേബർ അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകളും നിങ്ങൾ സിലബസിൽ നോക്കിയിട്ട് വേണം ഈ നോട്ട്സ് പഠിക്കാൻ. അപ്പം നിങ്ങളുടെ സിലബസിൽ എമിൽ ഡർക്കീമിൻ്റെ ഏതൊക്കെ ടോപ്പിക്കാണ് ആവശ്യമുള്ളത് എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അപ്പോൾ എമിൽ ഡർക്കീം ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ എമിൽ ഡർക്കീം ആരാണ്? അത് ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം 1858 തുടങ്ങി 1917 വരെ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പഠന മേഖല വിത്ത് കാൾ മാക്സ് ആൻഡ് മാക്സ് വെബറും കാൾ മാക്സുമൊത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം സോഷ്യോളജിയുടെ പഠനം അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒരു സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടു. അപ്പോൾ കാൾ മാക്സിൻ്റെ കൂടെയും മാക്സ് വെബറിൻ്റെ കൂടെയുമാണ് അദ്ദേഹം ഒരു അക്കാഡമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ അക്കാഡമിക് പാഠശാല ശാഖ സ്ഥാപിക്കുകയും അതുപോലെ ആധുനിക സമൂഹശാസ്ത്രത്തിൻ്റെ പ്രധാന ശില്പിയായും അതുപോലെ തന്നെ സോഷ്യോളജിയുടെ ഒരു സ്ഥാപക പിതാവായിട്ടും അറിയപ്പെടുന്നു. ഇനി ഡർക്കീം ഇന്ത്യയിൽ സോഷ്യോളജിയിലെ ഒരു സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ ഡർക്കീം വാസ് ദ ഫസ്റ്റ് പ്രൊഫസർ ഓഫ് സോഷ്യോളജി. ഇന്ത്യയിലല്ല കേട്ടോ. അപ്പോൾ ഡർക്കീം ആയിരുന്നു സോഷ്യോളജിയുടെ ആദ്യത്തെ പ്രൊഫസർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് സോഷ്യോളജി അല്ല, ഫൗണ്ടർ ഓഫ്, സ്ഥാപക പിതാവ് എന്നാണ് പറഞ്ഞത്. അത് സ്ഥാപകരിൽ ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഫാദർ എന്ന് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ സ്ഥാപകൻ, ദ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ നിങ്ങൾക്ക് ഡർക്കീം എന്ന് കൊടുക്കാം. ഇനി സൊസൈറ്റി ഫോർ ഹിം, അദ്ദേഹം സമൂഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? സാമൂഹ്യ വസ്തുതകളുടെ അല്ലെങ്കിൽ മോറൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സമുദായം. അതായത് ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സാമൂഹ്യ വസ്തുതകളാണ്, സോഷ്യൽ ഫാക്റ്റുകളാണ്, സമൂഹത്തിലെ ഓരോ കാര്യങ്ങളാണ്, ഒരു പ്രതിഭാസങ്ങളാണെന്ന് പറയാം. ഇനി സോഷ്യൽ ടൈസ്, നമുക്ക് സമൂഹവുമായി ഒരു ബന്ധമുണ്ടല്ലോ. ദാറ്റ് ബൗണ്ട് പീപ്പിൾ ഇൻ ഗ്രൂപ്പ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നത്. നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് രക്തബന്ധമുണ്ട്, വിവാഹബന്ധമുണ്ട്, അതുമല്ലാത്ത റിലേറ്റീവ്സ് ഉണ്ട്, അതല്ലാത്ത അയൽപ്പക്ക ബന്ധങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ടൈസ് നമ്മളെ പല ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അതായത് നമുക്ക് കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ആരാണ്? നമ്മുടെ രക്തബന്ധുക്കളും വിവാഹ ബന്ധുക്കളുമാണ്. പിന്നെ അയൽപ്പക്ക ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അടുത്തടുത്ത് താമസിക്കുന്നവരെന്നാണ്. ഇനി ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഗ്രൂപ്പിനെ നമ്മൾ പ്രൊഫഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പം നമ്മൾ പൊതുവായിട്ട് ഗ്രൂപ്പുകളെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് തിരിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ ടൈസ് അതെങ്ങനെയാണ് ബൗണ്ട് ചെയ്തിരിക്കുന്ന ആളുകളെ? ഗ്രൂപ്പായിട്ട് ആർ ക്രൂഷ്യൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി. അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വളരെ നല്ലതാണെന്നും അത് വ്യക്തികളിൽ ഒരു പ്രഷർ ചെലുത്തുന്നു. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ചില ചട്ടങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റിക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ആവശ്യമാണ്. ആ ഗ്രൂപ്പ് നമ്മളിൽ എന്താ ചെയ്യുന്നത്? ആസ് ദീസ് എക്സേർട്ട് പ്രഷർ ഓൺ ഇൻഡിവിജ്വൽ. ആ ഗ്രൂപ്പ് നമ്മളിൽ നീ ഇങ്ങനെ ആയിരിക്കണം, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ കൾച്ചർ, ഇതാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞൊരു പ്രഷർ ചെലുത്തുകയും അതോടെ ടു കൺഫോം ടു നോം, നമ്മളെ ചട്ടങ്ങൾ പഠിപ്പിക്കുകയും ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളെ വാർത്തെടുക്കുകയും ചെയ്യും. അതായത് സോഷ്യലൈസേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പുകളുടെ മാനദണ്ഡങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസൃതമായി വ്യക്തികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ഗ്രൂപ്പുകളുമായി ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല, നമ്മൾ ഒറ്റക്കാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ സാമൂഹ്യ ബന്ധങ്ങൾ വേണം, എങ്കിലേ നമ്മൾക്കൊരു സൊസൈറ്റി ആയിട്ട് പരസ്പരം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡർക്കീം അഭിപ്രായപ്പെടുന്നത്. ഇനി ഡർക്കീമിൻ്റെ സോഷ്യോളജിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് ഫാക്റ്റ് തന്നെയാണ്. ഡർക്കീമിൻ്റെ ഏറ്റവും വലിയ ഒരു
അദ്ദേഹം നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് സോഷ്യൽ ഫാക്റ്റാണ്. സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വസ്തുതകളാണ്. അപ്പോൾ സോഷ്യോളജിയുടെ വിഷൻ എന്ന് പറയുമ്പോൾ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ 2 ഡിഫൈനിങ് ടേംസ് ഫീച്ചേഴ്സ്. അതൊന്ന് ഇദ്ദേഹം പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി ദാറ്റ് ഈസ് സോഷ്യൽ ഫാക്റ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ഫാക്റ്റ്. അപ്പോൾ എന്താണ് എമിൽ ഡർക്കിമിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിയുടെ വിഷയം, സമൂഹശാസ്ത്രത്തിൻ്റെ വിഷയം? അത് സോഷ്യൽ ഫാക്റ്റാണ്. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ്, അപ്പോൾ റെഡ് കൊടുത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ മറന്നുപോയി, എംപിരിക്കൽ ഡിസിപ്ലിൻ എന്നാണ് രണ്ടാമത്തത് കേട്ടോ. അപ്പോൾ സോഷ്യോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എംപിരിക്കൽ ഡിസിപ്ലിൻ ആസ് ദ സോഷ്യൽ ഫാക്ട് ക്യാൻ ബി എംപിരിക്കലി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സാമൂഹ്യ വസ്തുതകളെ നോക്കിക്കാണേണ്ടത്? എംപിരിക്കലാണ്, വളരെ അനുഭാവപൂർവമാണ്, അവരുടെ മനസ്സിൽ അവരുടെ ചിന്തകളും കൂടി കണക്കിലെടുത്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ സോഷ്യോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ എംപിരിക്കൽ ഡിസിപ്ലിൻ ആസ് ദ സോഷ്യൽ ഫാക്ട് ക്യാൻ ബി എംപിരിക്കലി. അപ്പോൾ സാമൂഹ്യ വസ്തുതകളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അനുഭാവപൂർവം അവരെ മനസ്സിലാക്കി ഒരു എമ്പതിയോടെ അത് നോക്കിക്കാണുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കതെങ്ങനെ മനസ്സിലാകുക? അതൊരു അനുഭവശാസ്ത്രമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് സമൂഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ മാറി നിന്ന് നോക്കിക്കാണുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് സോഷ്യൽ ഫാക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിന്ന് അവരെ മനസ്സിലാക്കി അനുഭവിച്ചറിയുമ്പോഴാണ് അത് നമുക്ക് സാമൂഹ്യ വസ്തുത ക്ലിയറായിട്ട് കിട്ടുന്നത് എന്നാണ് എമിൽ ഡർക്കിം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതിലൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒരു സാമൂഹ്യ വസ്തുതയാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം, നമ്മളൊരു ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ ഒന്നും സെൽഫിഷ് അല്ലാതെയാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേട്രിയോട്ടിസം, ദേശസ്നേഹം. നമ്മളൊരു ദേശത്ത് താമസിച്ച് ആ ദേശസ്നേഹം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേശസ്നേഹമുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ദേശസ്നേഹം എന്ന ഒരു സോഷ്യൽ ഫാക്റ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഷ്യൽ ഫാക്ട്സ് ആർ സോഷ്യൽ വാല്യൂസ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് ഓർ പേട്രിയോട്ടിസം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലാർജർ സൊസൈറ്റി. അപ്പോൾ ഇതൊരു സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ മൂല്യം കൂടിയാണ് കേട്ടോ. അതാണ് സോഷ്യൽ വാല്യൂ എന്നുള്ള ഇവിടെ ഒരു പേര് വെച്ചേക്കുന്നത്. ഇനി ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം നമ്മളൊരു വ്യക്തിയാണ്, ആ വ്യക്തി കുറേ സാമൂഹ്യ വസ്തുതകൾ, നമ്മുടെ ഫാമിലി ടൈസ്, ഫാമിലി ബന്ധങ്ങൾ, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അയൽപ്പക്ക ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ ഫാക്റ്റിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇൻഡിവിജ്വൽ ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദീസ് സോഷ്യൽ ഫാക്റ്റ്. അപ്പോൾ ഈ സാമൂഹ്യ വസ്തുതകൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്, അതനുസരിച്ചാണ് നമ്മളും ഇണങ്ങി ജീവിക്കുന്നത്. അതുകൊണ്ട് സോഷ്യോളജിയെ അദ്ദേഹം പറയുന്നത് എംപിരിക്കൽ ഡിസിപ്ലിൻ എന്നാണ്. Sociology can be termed as an empirical discipline as the subject matter of sociology that is social fact. അത് എന്തുകൊണ്ടാണ് എംപിരിക്കൽ ഡിസിപ്ലിൻ വിളിക്കുന്നത്? സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ സോഷ്യൽ ഫാക്റ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, നമ്മൾക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും, അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും സോഷ്യൽ ഫാക്റ്റിനെ. അതുകൊണ്ട് അതൊരു എംപിരിക്കൽ ഡിസിപ്ലിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റുന്നതല്ല, അദ്ദേഹം പറയുന്നത് അത് എംപിരിക്കൽ ഡിസിപ്ലിൻ എന്നാണ്. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തെ ഒരു അനുഭവശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. കാരണം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വിഷയം എങ്ങനെയുള്ളതാണ്? നമുക്ക് നിരീക്ഷിക്കാനുള്ളതാണ്, അനുഭവപരമായി പരിശോധിച്ച് നോക്കാവുന്നതാണ്. ആസ് ഇൻഡിവിജ്വൽ ഫോളോ സോഷ്യൽ ഫാക്ട് ദെയർ ബിഹേവിയർ ബിക്കം റെഗുലേറ്റഡ് ആൻഡ് പാറ്റേൺഡ്. ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്ന സൊസൈറ്റിയുടെ സോഷ്യൽ ഫാക്റ്റ് അനുസരിച്ച് നമ്മളതിൻ്റെ കസ്റ്റംസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളൊക്കെയാണ് സോഷ്യൽ ഫാക്റ്റ് ഇവിടെ. അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റം മോഡിഫൈ ചെയ്യും. ആര് മോഡിഫൈ ചെയ്യും? സൊസൈറ്റിയിലെ മറ്റംഗങ്ങൾ. ആദ്യം നമുക്ക് സോഷ്യലൈസേഷൻ കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് കളിക്കൂട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിയർ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് സോഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ചെറിയ ക്ലാസ്സുകളിലെ +1 പഠിച്ചിട്ടുള്ളതാണ്.
എങ്കിലും ഞാനൊന്ന് പറയുകയാണ്, അതനുസരിച്ചാണ് ഈ സാമൂഹ്യ വസ്തുതകൾ സമൂഹത്തിലുള്ളതനുസരിച്ചാണ് നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ഒരു പാറ്റേണാക്കി മാതൃകയാക്കി തീർക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഫാക്ട് ആർ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തി ജനിച്ചു വീഴുമ്പോൾ ഒരു സാമൂഹ്യ വസ്തുതയും ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ അതെല്ലാം പുറത്തു നിന്നാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മതം, ഇതാണ് വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതാണ് കുടുംബം, ഇതാണ് മാതാപിതാക്കൾ. ഇങ്ങനെ ഓരോ സാമൂഹ്യ വസ്തുവും പിന്നെ പേട്രിയോട്ടിസം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇതെല്ലാം സോഷ്യൽ ഫാക്റ്റാണ്. ഇതെല്ലാം നമുക്ക് വ്യക്തികളെ പുറത്തു നിന്ന് സ്വാധീനിക്കുന്നതാണ്. അത് കൺസ്ട്രെയിൻ ഹ്യൂമൻ ബിഹേവിയർ, നമ്മളെ മനുഷ്യരുടെ പെരുമാറ്റത്തെ, സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ സൊസൈറ്റിയുടെ സോഷ്യൽ ഫാക്റ്റ് എന്തൊക്കെയാണ്. ഹെൻ സോഷ്യൽ ഫാക്റ്റ് ആർ ഇൻഡയറക്റ്റ്ലി ഒബ്സർവബിൾ ത്രൂ ബിഹേവിയർ പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽ. കുറച്ച് വ്യക്തികളെ നമ്മളിങ്ങനെ നോക്കി നിന്നാൽ മതി, ഈ സൊസൈറ്റിയുടെ രീതി ഇങ്ങനെയാണ്. നമുക്കറിയാലോ, ചില സ്ഥലങ്ങളിൽ ആളുകൾ ഭയങ്കര ഒച്ചയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പം നമ്മൾക്കറിയാം ഇവിടെയൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ സംസാരിച്ചാൽ പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല, അത്രയും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് അവരുടെ ബിഹേവിയർ പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആളുകളുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ആ സൊസൈറ്റിയുടെ സോഷ്യൽ ഫാക്റ്റുകൾ, വസ്തുഗതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ചില സമൂഹങ്ങളെ പറയുമ്പോൾ മോഡേൺ സൊസൈറ്റി അദ്ദേഹം എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ആളുകൾ ഒന്നിച്ച് ഒരു കൂട്ടമായി ജീവിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർ വേണമെന്ന് വെച്ചിട്ട് പല അസോസിയേഷനും സമാജങ്ങളും ഗ്രൂപ്പുകളും സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ വിത്ത് സിമിലർ ഗോൾസ് കം ടുഗെദർ വോളണ്ടറിലി, അവർ സ്വയം മുന്നോട്ട് വരികയാണ്, ആൻഡ് ഫോം അസോസിയേഷൻസ് ഓർ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കറിയാലോ, സിറ്റി ലൈഫിൽ നമുക്ക് അസോസിയേഷൻസ്, നമ്മുടെ അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ആ ഫ്ലാറ്റ് സമുച്ചയത്തിന് ആളുകൾ തമ്മിൽ ഒരു അസോസിയേഷനുണ്ട്. അതുപോലെ പലതും ഗ്രൂപ്പുകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ മൈറ്റ് ബിലോങ് ടു വേരിയസ് സച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഒരു വ്യക്തി തന്നെ പല ഗ്രൂപ്പിലെ അംഗമായിരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടാണെങ്കിൽ ഒരു കുടുംബ യൂണിറ്റിലെ അംഗമായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലേഡി ആണെങ്കിൽ ചിലപ്പോൾ ഒരു മഹിളാ സമാജത്തിലെ അംഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഗ്രൂപ്പിലെ അംഗമായിരിക്കാം. അവരുടെ ഇൻട്രസ്റ്റ് എവിടെയൊക്കെയാണോ അതിലേക്ക്, അല്ലെങ്കിൽ പ്രൊഫഷൻ അനുസരിച്ചും അംഗമായിരിക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽസ് മൈറ്റ് ബിലോങ് ടു വേരിയസ് സച്ച് ഗ്രൂപ്പ്സ് ആൻഡ് ദസ് ഹാവ് മെനി ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റീസ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിറ്റി അല്ല. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ലേഡി ആണെങ്കിൽ ഒരു മകളെന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ഗ്രൂപ്പ്, മക്കൾ എന്നുള്ള ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചറാണെങ്കിലോ ടീച്ചിങ് ഗ്രൂപ്പിൽ അംഗമാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് പല കാര്യങ്ങളിലേക്കും പുറത്തേക്ക് പോകുമ്പോൾ ഓരോ വ്യത്യസ്ത റോളുകളാണ്. മകളെന്ന റോള് മാത്രമല്ല, വൈഫ് എന്ന റോളുണ്ട്, ടീച്ചർ എന്ന റോളുണ്ട്, ഇനി സോഷ്യൽ വർക്കർ ആണെങ്കിൽ അതനുസരിച്ചുള്ള റോളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളിൽ പെട്ടതുകൊണ്ട് വ്യത്യസ്ത ഐഡൻറ്റിറ്റി ഉണ്ട് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ. ഗ്രാമീണ സമൂഹത്തിൽ അത്ര വെറൈറ്റി ഐഡൻറ്റിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമത്തിലെ അംഗം, ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഭാര്യ, മകൾ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളുടെ അമ്മ. ഇന്ന് സങ്കീർണമായ സമൂഹം വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് ഗ്രൂപ്പിലെ അംഗമാണ്. നമുക്ക് എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സൊസൈറ്റിയിൽ വന്ന ഒരു പ്രധാന കാര്യമാണ് തൊഴിൽ വിഭജനം. അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലെ കുട്ടികളെ അച്ഛനമ്മമാർക്ക് പഠിപ്പിക്കാൻ മൊത്തം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടുന്നു. സ്പോർട്സ്, ഇപ്പോൾ ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ അതിന് ട്രെയിനിങ് അച്ഛന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു ട്രെയിനറെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹെൽത്ത്, എല്ലാ ചികിത്സയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ
ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അവിടെ സ്പെഷ്യലൈസ്ഡ് ഉള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ രീതിയിലുള്ള വേർതിരിവ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ആധുനിക സമൂഹത്തിലെ വളരെ വിശാലമായ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അപ്പോൾ എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ അക്കോർഡിംഗ് ടു Durkheim? Division of labor is a combination of how many people are in a group or how much they interact. ഡിവിഷൻ ഓഫ് ലേബർ എപ്പോഴാണ് വരുന്നത്? ഒരു ഗ്രൂപ്പ് വലുതാകുമ്പോൾ, വലിയൊരു ഗ്രൂപ്പ് ഡെൻസിറ്റി കൂടുമ്പോൾ അവരെ തമ്മിൽ എത്രമാത്രം ഇടപഴകുന്നു എന്നതനുസരിച്ചിട്ടാണ് തൊഴിൽ വിഭജനം സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സൊസൈറ്റീസ് മോറൽ ആൻഡ് ഡൈനാമിക് ഡെൻസിറ്റി. അതായത് സൊസൈറ്റിയിൽ വരുന്ന മാറ്റമനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിൽ വരുന്ന പരിവർത്തനത്തിനനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഉള്ളത്. ദ ടേം ഡിവിഷൻ ഓഫ് ലേബർ റെഫേഴ്സ് ടു ഡിവൈഡിങ് വർക്ക്, അത്ര ഓർത്ത് വെച്ചാൽ മതി, തൊഴിലുകളെ വിഭജിക്കുന്നു ഇൻ ടു എ സീരീസ് ഓഫ് ടാസ്ക്. അപ്പോൾ ഒരു തൊഴിൽ തന്നെ എല്ലാവരും ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫാക്ടറി തന്നെ അറിയാലോ. ആ ഫാക്ടറിയിൽ എല്ലാ ജോലിയും ഒരാൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അയാൾക്കൊരു ചെറിയ വിഭാഗത്തിൽ ഒരു ചെറിയ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാൾക്കൊരു ജോലി ഉണ്ടായിരിക്കും. 8 hours അയാൾക്ക് ചെയ്യേണ്ട ജോലി ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും അയാൾ ഡെയിലി ചെയ്യുന്നത്. ഇനി ഒരു അധ്യാപികയാണെങ്കിൽ ആ അധ്യാപിക പഠിപ്പിക്കുന്ന വിഷയം തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ടേം ഡിവിഷൻ ഓഫ് ലേബർ റെഫേഴ്സ് ടു ഡിവൈഡിങ് വർക്ക് ഇൻ ടു എ സീരീസ് ഓഫ് ടാസ്ക് അസൈൻ ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ തൊഴിലുകൾ അത് ചെയ്യേണ്ടി വരും. ഒരു ഡോക്ടറിൻ്റെ ജോലി ചെയ്യണം, ഒരു കാർപ്പൻ്ററിൻ്റെ ജോലി ചെയ്യണം, ഒരു കൊല്ലൻ്റെ ജോലി ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിൽ വിഭജനങ്ങളാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് കൺസെപ്റ്റ് റെഫറിങ് ടു ദ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഓർ എ സോഷ്യൽ ഗ്രൂപ്പ്. പറയുകയാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഗ്രൂപ്പിൻ്റെയോ ഒരു ആന്തരിക ഘടന ഇങ്ങനെ ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ഡിവൈഡിങ് വർക്ക് ഇൻ ടു സെക്ഷൻ റെഡ്യൂസസ് അൺനെസസറി മൂവ്മെൻറ്റ് ആൻഡ് ടൂൾ യൂസേജ്. അപ്പോൾ നമ്മളുടെ ജോലി ഭാരം കുറക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി ടീച്ചറാണ്, ആ വ്യക്തിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വീട്ടിലെ ഒരു സെക്ഷൻ ജോലി ഒരാളെ ഏൽപ്പിക്കാം. മറ്റു ജോലികൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് അൺനെസസറി ആയ തിരക്കുകളും അല്ലെങ്കിൽ ടൂൾ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ ടൂളും നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? കാർപ്പൻ്റർ മരപ്പണി ഉണ്ടെങ്കിൽ ആ ടൂള് കാർപ്പൻ്റർ എടുക്കട്ടെ. അതുപോലെ ഒരു ഡോക്ടറാണെങ്കിൽ സ്റ്റെതസ്കോപ്പ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? അത് ഡോക്ടർ എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പേന നമുക്ക് ആവശ്യം ഇല്ലാത്ത വർക്കൊക്കെ നമ്മൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഏൽപ്പിച്ചാൽ അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ജോലിയെ വിഭാഗങ്ങളായി വിഭജിച്ചു അനാവശ്യ പ്രവർത്തനങ്ങളും ഉപകരണ ഉപയോഗവും കുറക്കുന്നതിനാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഹവർ കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്, അപ്പോൾ ആളുകളുടെ പൊതുവായ ഒരു ധാരണയാണ് ദ ഡിവിഷൻ ഓഫ് ലേബർ ഡസ് നോട്ട് റിസൾട്ട് ഇൻ എ ലോസ് ഓഫ് സ്കിൽസ് എമംഗ് ദ വർക്കിംഗ് മാസസ്. ആളുകളുടെ ധാരണയാണ് തൊഴിലിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ക്വാളിറ്റി അങ്ങോട്ട് നഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ ആ ഒരു ലോസ് ഓഫ് സ്കില്ലല്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല. കാരണം അതിന് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഒരാൾക്ക് ടീച്ചിങ് ആണ് മാത്രം കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ടീച്ചിങ്ങിൽ ഓരോ വർഷം കഴിയുമ്പോൾ എക്സ്പേർട്ടായാണ് മാറുന്നത്. അതിനുള്ള ട്രെയിനിങ് ആണ് ആ ടീച്ചർ എടുത്തിട്ടുള്ളത്, അതിനുള്ള എഡ്യൂക്കേഷനാണ് ആ ടീച്ചർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എൻജിനീയറിംഗ് ആണെങ്കിൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്, അയാൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക്സുകളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം സ്കിൽഡായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനത്തിൽ വളരെ സ്കിൽഡായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ നമ്മുടെ സമൂഹത്തിന് ബെനിഫിറ്റ് ആകുന്നത്? അപ്പോൾ ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ, ഡർക്കീമാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത്, നമ്മൾ ആരുമല്ല. അപ്പോൾ ഡർക്കീം സ്റ്റേറ്റ് ഹിസ് ഒപ്പീനിയൻ ഓൺ ഹൗ ദ ഡിവിഷൻ ഓഫ് ലേബർ ക്രിയേറ്റിംഗ് സ്പെസിഫിക് ജോബ് ഫോർ സ്പെസിഫിക് പീപ്പിൾ. ഓരോരുത്തർക്കും ഒരു ജോലി എങ്ങനെ കിട്ടുന്നു? ഒരു വ്യക്തി എങ്ങനെ ഒരു ഡോക്ടറാകുന്നു? തീർച്ചയായിട്ടും ഡോക്ടറാകാൻ പഠിച്ചിട്ടാണ്. ബെനിഫിറ്റ് സൊസൈറ്റി ബൈ ഇൻക്രീസിങ് പ്രോസസ് ഓഫ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ദ വർക്കേഴ്സ് സ്കിൽ സെറ്റ്. അപ്പോൾ തൊഴിൽ വിഭജനം ഒരു നിർദ്ദിഷ്ട ആളുകൾക്ക് ഒരു നിർദ്ദിഷ്ട ജോലി ലഭിക്കുന്നത് അയാൾ എക്സ്പേർട്ടായി തീരും. ഒരു പ്രക്രിയയുടെ പ്രത്യുൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, കഴിവെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അത് ഈ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി, ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ട് ഒന്ന് മനസ്സിലാക്കി എഴുതിയാൽ മതി. ഒരു പ്രക്രിയയുടെ പ്രത്യുൽപാദന ശേഷി എന്ന് പറയേണ്ട ഒരു പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, തൊഴിലാളികളുടെ നൈപുണ്യം, അവരുടെ ആ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് ലൂടെ സമൂഹത്തിന് നല്ല ആളുകളെ കിട്ടും. നല്ല ഡോക്ടേഴ്സിനെ കിട്ടും, നല്ല ടീച്ചേഴ്സിനെ കിട്ടും, നല്ല എൻജിനീയേഴ്സിനെ കിട്ടും, നല്ല കാർപ്പൻറ്ററെ കിട്ടും. എല്ലാത്തിനും വളരെ ഏതൊരു ജോലിക്കാണെങ്കിലും വളരെ സ്കിൽഡായ ആളെ കിട്ടും. ഇറ്റ് ഓൾസോ ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. നമുക്കെല്ലാവർക്കും ജോലികൾ പങ്കിടുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാ കാര്യത്തിനും എല്ലാവരെയും ഫോൺ വിളിച്ച് കണക്ട് ചെയ്ത് അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരോട് കോണ്ടാക്ട് ചെയ്ത് നമ്മളൊരു സമൂഹ ജീവിയായി മാറുകയാണ്. അപ്പോൾ മനുഷ്യരുമായിട്ട് ഇടപഴകി ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു എന്തുണ്ടാവും? കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാവും, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമാണ്. ആളുകൾ സെൽഫിഷായിട്ട് ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ ശരിയാവത്തില്ല. ഡർക്കീം ആർഗ്യൂസ് ദാറ്റ് ദ ഡിവിഷൻ ഓഫ് ലേബർ സെർവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പേർപ്പസ്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഒരു സമൂഹത്തിലെ ആളുകൾക്ക് ഐക്യം ഉണ്ടാക്കുക മാത്രമല്ല, നമുക്ക് എക്കണോമിക്കിലുമാണ്. കാരണം നമ്മുടെ ഉപജീവന മാർഗത്തിന് നമുക്കത് സാമ്പത്തികമായ പണമുണ്ടാക്കാനും സാധിക്കുന്നു. ദ ഡിവിഷൻ ഓഫ് ലേബർ ക്യാൻ ബി പ്ലേസ് ഓൺലി എമംഗ് ദ പീപ്പിൾ ഓഫ് എ പ്രീ എക്സിസ്റ്റിംഗ് സൊസൈറ്റി. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് എപ്പോഴാണ് സാധ്യമാകുന്നത്? നമ്മളെല്ലാവരും കൂടി സമൂഹത്തിലെ അംഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നത്. ഡർക്കീം ബിലീവ് ദാറ്റ് ദ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൊസൈറ്റി. അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്തു വന്നതാണ് കേട്ടോ. ഹി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഓർ സൊസൈറ്റീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ലെവൽ ഓഫ് സോഷ്യലൈസേഷൻ. ആ പോയിന്റ് നിങ്ങൾ എഴുതണം. അതായത് ഗ്രൂപ്പിൻ്റെ ജനങ്ങളുടെ സാന്ദ്രതയും അതുപോലെ എത്രമാത്രം അവർ സോഷ്യലൈസേഷൻ നേടിയിട്ടുണ്ട്, ആളുകൾ സാമൂഹ്യവൽക്കരണം എത്രമാത്രം നടത്തിയിട്ടുണ്ട് എന്നതനുസരിച്ചിട്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഡൈനാമിക് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഡൈനാമിക് ഡെൻസിറ്റി എന്നും കൂടി പറഞ്ഞേക്കാം. ദെയർ ആർ 3 ways through which the dynamic density can occur. 3 മാർഗത്തിലൂടെയാണ് നമുക്ക് ഈ സമൂഹത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. അതായത് തിങ്ങി താമസിക്കുന്ന ആളുകൾ അതെങ്ങനെയുണ്ടായി? അത് പല പരിവർത്തനത്തിലൂടെ വന്നതാണ്. എങ്ങനെയൊക്കെയാണ് അവർ വന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ. ആളുകൾ വന്നു, എല്ലാവരും കൂടി ഇങ്ങനെ ക്ലോസ് ടുഗെദറായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ എണ്ണം കൂടി. ആദ്യകാലങ്ങളിൽ കുറച്ച് ആൾക്കാരേ ഉണ്ടായുള്ളൂ, പിന്നീട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ആളുകൾ തിങ്ങി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി സ്കില്ലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായി, പല തൊഴിൽ മേഖലകളുണ്ടായി, പല ഫെസിലിറ്റീസും ലഭിച്ചു. ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺ. എന്തുകൊണ്ടാണ് ആളുകളൊക്കെ അങ്ങോട്ട് എത്തിയത്? അവിടെ ആളുകൾ ടൗൺ ഉണ്ടായതുകൊണ്ട്. ടൗൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വാണിജ്യം ആയിട്ടുള്ള ഒരു ഫാക്ടറി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവിടെ ആയിരിക്കാം പോർട്ടുള്ളത്, തുറമുഖമുള്ളത്. അല്ലെങ്കിൽ അവിടെ ആയിരിക്കാം വലിയൊരു ആരാധന കേന്ദ്രമുള്ളത്. അപ്പം അതിന് ചുറ്റും കടക്കാർ വരുന്നു, ഹോട്ടലുകാർ വരുന്നു, പല ആൾക്കാർ വരുന്നു. അപ്പോൾ പിന്നെ ഇനി ഹോസ്പിറ്റലാണെങ്കിലോ അതിന് ചുറ്റും കൂടുതൽ മെഡിക്കൽ സ്റ്റോഴ്സ് വരുന്നു, സ്കാൻ സെൻറ്റർ വരുന്നു, അങ്ങനെയുള്ള ലാബുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ഏരിയ മുഴുവൻ ക്രൗഡഡായി മാറുന്നത്, ഡെൻസിറ്റി കൂടുന്നത്. അങ്ങനെയാണ് ടൗൺ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ടൗൺ വരുന്നത് കൊണ്ട് അടുത്തത് ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരാധനാലയം ഉണ്ടെന്നും ഒക്കെ നമ്മൾ അറിയണത് എങ്ങനെയാണ്? നമ്മളത് പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയൊക്കെ നമ്മൾ അറിയുന്നു. അത് കൂടുമ്പോഴാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉണ്ടാകുന്നത്. നമുക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹം ജനിപ്പിക്കുന്നത് എന്താ? നമ്മൾ ടി വിയിലൂടെ അല്ലെങ്കിൽ പത്രത്തിലൂടെ അതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോഴാണ്. ഇനി അക്കോർഡിംഗ് ടു ഡർക്കീം, വെൻ 1 or more these events, ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്നില്ല, ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ ആളുകൾ കൂടുമ്പോൾ there is a division of labor and abundance of more specialized job. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആളുകൾ വരുന്നതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാകുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് ആ സ്കിൽഡ് ലേബർ അവർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ്
പറയുന്നത്. ഇപ്പോൾ വൈൽ ടാസ്ക് ബിക്കം മോർ കോംപ്ലെക്സ്, നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആളുകൾ തമ്മിൽ ഡിവിഷൻ ഓഫ് ലേബർ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഐക്യമുണ്ടാകുന്നത്, സൊസൈറ്റിയിൽ ബോണ്ട് ഉണ്ടാകുന്നത്, സോളിഡാരിറ്റി, സാമൂഹിക ഐക്യം അല്ലെങ്കിൽ സാമൂഹിക ഐക്യദാർഢ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പം നമുക്ക് ഒറ്റക്കൊരു വീട്ടിൽ ഇങ്ങനെ എനിക്ക് എൻ്റെ ഹസ്ബൻഡും 2 മക്കളും മതി എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? വിശക്കുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കുറേ കാശുണ്ടെങ്കിലും ആ പണവും കൊണ്ട് പുറത്തിറങ്ങി ഒരു കടക്കാരനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സാധനങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമ്മളത് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസ് തീർന്നിട്ടില്ലെങ്കിൽ ഗ്യാസ് ഏജൻസിനെ പോയി ഡിപ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ എന്ത് വേറെ സാധനങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള പല പൈപ്പ് അങ്ങനെയുള്ള നമ്മളിപ്പോൾ അത് പ്ലംബറെ പോയി അന്വേഷിക്കണം. അങ്ങനെയുള്ള ഓരോ വർക്കിനും നമ്മൾക്ക് ആളുകളെ ആവശ്യമാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ഡിവിഷൻ ഓഫ് ലേബർ in society, Emil Durkheim outlined 2 theories to attempt to explain how social order and solidarity is established and maintained. അദ്ദേഹം പറയുന്നത് ഇതിൽ എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ സാമൂഹ്യ ഐക്യവും ദൃഢപ്പെടുന്നത്. അതിന് അദ്ദേഹം സോളിഡാരിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. സാമൂഹ്യ ഐക്യദാർഢ്യം. സോളിഡാരിറ്റി ഡിസ്ക്രൈബ്സ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ദാറ്റ് അലൗ ദം ടു ഫോം എ കൊഹസീവ് സോഷ്യൽ വർക്ക്. ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു വല പോലെ ആളുകൾ പരസ്പരം നമുക്ക് ചുറ്റും ഒരു വല കെട്ടിയ പോലെയാണ് ഓരോ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് സാമൂഹ്യ ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡർക്കീം പറയുന്നത് സോളിഡാരിറ്റി ഈസ് എ സിഗ്നിഫിക്കൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ഈ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇറ്റ് ഈസ് എ നെസസറി കമ്പോണൻറ്റ് ഓഫ് എ ഫങ്ഷനിങ് സിവിലൈസേഷൻ ആൻഡ് എ നെസസറി കമ്പോണൻറ്റ് ഓഫ് ഫുൾഫില്ലിങ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, വസ്ത്രം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, കിണറൂത്തണം, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിങ്ങനത്തെ ആവശ്യമാണ്. നമുക്ക് ഡിവിഷൻ ഓഫ് ലേബറും ആളുകളുമായിട്ടുള്ള ഐക്യവും ആവശ്യമാണ്. ഇനി സോളിഡാരിറ്റിയെ അദ്ദേഹം ഐക്യത്തെ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളും അമ്മയും അച്ഛനും തമ്മിൽ കാണുന്ന ഒരു ഐക്യം, അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മളവിടെ ഒരു സമാജം പോലെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, നമ്മളിപ്പോൾ വഴക്കിട്ടിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നില്ലെങ്കിലും നമ്മൾ പൈസ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ അമ്മ 4 നേരം ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി മുന്നിൽ വെച്ച് തരും. വയ്യെങ്കിൽ നമ്മളെ നോക്കും. എല്ലാ കാര്യങ്ങളും അമ്മ അവിടെ ചെയ്യും. അതുപോലെ അച്ഛനും അങ്ങനെയൊക്കെ തന്നെ. സഹോദരങ്ങളോ, ഇപ്പോൾ ഒരു സഹോദരൻ ഇളയ സഹോദരന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്, സഹോദരി സഹോദരന് വേണ്ടി. അതേപോലെ തന്നെ അവിടെ ഒരു ഐക്യം മെക്കാനിക്കലാണ്, യാന്ത്രികമാണ്, തന്നെ അങ്ങോട്ട് ഉണ്ടാകുന്ന ഐക്യമാണ്. കുട്ടിക്ക് വയ്യ, അവിടെ അമ്മ ജോലി ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും, അത് അമ്മ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ ഒരു ഐക്യം ഒരു കുടുംബത്തിലുണ്ട്. ഇത് കുടുംബം മാത്രമല്ല കേട്ടോ, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും അങ്ങനെ യാന്ത്രികമായ ഐക്യമുണ്ട്. അവിടെ ആദിവാസി ഗോത്രങ്ങളിലും ഇങ്ങനെയുള്ള യാന്ത്രികമായ ഐക്യമുണ്ട്. ഇനി രണ്ടാമത്തത്, ഈ സിറ്റി ലൈഫിൽ അങ്ങനെ യാന്ത്രികമായ ഐക്യമില്ല. കാരണം പരസ്പരം ആരും അറിയുന്നില്ലല്ലോ, അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല, അയാൾ ആരാണെന്ന് അറിയുന്നില്ല. അവിടെയൊക്കെ തൊഴിലിൻ്റെയോ താമസത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കോമൺ ലക്ഷ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ഒരു ഐക്യം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഓർഗാനിക് എന്ന് പറയുന്നത്. ലാർജർ സൊസൈറ്റിയിലാണ് ഓർഗാനിക് ഐക്യമുള്ളത്, മെക്കാനിക്കൽ ഉള്ളത് സ്മോൾ സൊസൈറ്റിയിലാണ്. ഇനി മെക്കാനിക്കൽ സൊസൈറ്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ആദ്യത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ടാകുന്നത് ഒരേപോലെ ജീവിക്കുന്നത് എങ്ങനെയാണ്. സോളിഡാരിറ്റി റെഫേഴ്സ് ടു കണക്ഷൻ, കൊഹഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ബോണ്ട്. എങ്ങനെയാണ് ഈ ഇൻറ്റഗ്രേഷനും കണക്ഷനും ഒക്കെ വരുന്നത്? നമുക്ക് ഏകദേശം സമാനമായ രീതിയാണ് ജീവിത രീതി. ഫോർ ഹോമോജിനിറ്റി, നമുക്ക് ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓർ സിമിലർ വർക്ക്, നമ്മൾ ഒരേ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലെ ക്വാളിഫൈസ്ഡ് ആയ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ഒരേ ലൈഫ് പാറ്റേൺ, ഒരു മലയാളി എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ. അപ്പോൾ മലയാളി ഈ പറയുന്നതിൽ നമുക്ക് മലയാളിനെ കൂട്ടാൻ പറ്റില്ല, കാരണം മലയാളി ഒരു ലാർജ് സൊസൈറ്റിയാണ്. അപ്പോൾ നോർമലി ഓപ്പറേറ്റിംഗ് ഇൻ സ്മോൾ സ്കെയിലാണ്
പ്രത്യേകിച്ച് പരമ്പരാഗത സൊസൈറ്റിയിലാണ് ഇത് സാധിക്കുന്നത്. കാരണം എന്താണെന്നോ, ആളുകൾ തമ്മിൽ പരസ്പരം അറിയണം, അവരുടെ പേരും അവരുടെ വിവരങ്ങളും ഒക്കെ വീട്ടുകാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവിടെ യാന്ത്രികമായ ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്, നമ്മളൊന്ന് എന്നുള്ള ബോധത്തിലാണ് ഇങ്ങനെ യാന്ത്രികമായ ഐക്യം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും സിമിലർ വേ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് യാന്ത്രികമായ ഐക്യം ഉണ്ടാവുന്നത്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഈസ് അച്ചീവ്ഡ് വെൻ ഇൻഡിവിജ്വൽ ബിഗിൻ ടു തിങ്ക് ആൻഡ് ആക്ട് ഇൻ റിലേറ്റീവ്ലി സിമിലർ വേസ്. അപ്പോൾ ഇങ്ങനെ ത്രൂ ട്രഡീഷണൽ സ്മോൾ ടൗണിലും ഫാമിലിയിലും റിലീജിയസിലും ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെയൊക്കെയാണ് നമുക്ക് മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റിയും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഞാനിടാം. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ലാർജ് സൊസൈറ്റിയിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ഡിപ്പെൻഡൻസ്, അതിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്നുള്ള പേരൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി. ഓൾദോ ഇൻഡിവിജ്വൽ പെർഫോം വെരി ഡിഫറെൻറ്റ് റോൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു തൊഴിൽ മേഖലയിൽ പല ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആൻഡ് ദേ ഓഫൺ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂ ആണ്, ഇൻട്രസ്റ്റ് ആണ് എങ്കിലും അവർ ഒരു മോഡേൺ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള ജീവിതത്തിൽ അവർക്കൊരു ഐക്യം ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, ഫാമേഴ്സ് പ്രൊഡ്യൂസ് ഫുഡ് ടു ഫുഡ് ഫാക്ടറി വർക്കേഴ്സ്. ഫാമേഴ്സ് കൃഷി ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടി മാത്രമല്ല, വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഭക്ഷിക്കാനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസാണ്, ഒരു ഓർഗാനിക് സോളിഡാരിറ്റിയാണ്. അപ്പോൾ ഇത് ഒരു ഉദാഹരണമായിട്ട് പറയാം. ആൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് സോളിഡാരിറ്റി ഈസ് എ വുമൺ നെയിംഡ് എമിലി ഹു വർക്ക്സ് ആസ് എ ടീച്ചർ ഇൻ ഹെർ മോഡേൺ സിറ്റി. അപ്പോൾ എമിൽ ഡർക്കി മറ്റൊരു ഉദാഹരണം നൽകിയിരിക്കുന്നത്, എമിലി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അവൾ എഡ്യൂക്കേറ്റഡ് ആണ്, സ്പെസിഫിക് സ്കില്ലുണ്ട്, കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ അവളുടെ പല കാര്യങ്ങൾക്കും അവർക്ക് കമ്മ്യൂണിറ്റിയെ ആശ്രയിക്കണം. എമിലി റിലൈസ് ഓൺ അതേഴ്സ് ഇൻ ഹെർ കമ്മ്യൂണിറ്റി ഫോർ അതർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഷീ ഹാസ് ആൻ അക്കൗണ്ടൻ്റ് ഉണ്ട് അവളുടെ ഫിനാൻസ് സെറ്റ് ചെയ്യാൻ, ഹെൽത്ത് കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കുണ്ട് വീട്ടിലെ കാറ് നന്നാക്കാൻ. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓർഗാനിക് സോളിഡാരിറ്റിയാണ്, നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരുമായിട്ടൊരു ബന്ധം വെക്കുകയാണ്. ഇൻ എമിലി സൊസൈറ്റി മെമ്പേഴ്സ് ഹൈലി ഡിസ്റ്റിങ്വിഷ്ഡ് റോൾസ് ആൻഡ് ആർ ഓൾസോ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഓൺ വൺ അനദർ. അപ്പോൾ അതൊക്കെയാണ് ഹയർ ഡിവിഷൻ ഓഫ് ലേബർ ഉള്ള സ്ഥലത്ത് നമുക്കിങ്ങനത്തെ ഓർഗാനിക് സോളിഡാരിറ്റി കാണാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. താങ്ക് യു.